ഇതിനകത്ത് കണ്ടു ദീർഘകാല വാഗ്ദത്തങ്ങളുണ്ട്, ഹ്രസ്വകാല വാഗ്ദത്തങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ചില ദീർഘകാല വാഗ്ദത്തങ്ങളുടെ കൊച്ചു കണ്ണികളായി ഒരു പുരുഷായുസ്സുകൊണ്ട് ഒരു മനുഷ്യായുസ്സുകൊണ്ട് നിവർത്തിക്കാവുന്ന ചെറിയ ദൗത്യങ്ങൾ അതാത് തലമുറകളിൽ വ്യക്തികളെ ഏൽപ്പിച്ചു. ഒരു വർഷം കൊണ്ട് നിവർത്തിക്കേണ്ടതും ഒരു ദിവസം കൊണ്ട് നിവർത്തിക്കേണ്ടതും തിരുവചനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരായുസ് കൊണ്ട് നിവർത്തിക്കേണ്ട ചില ഘടകങ്ങളായി ദൈവം അബ്രഹാമിനെ, മോശയെ മുതലായവരെ വിളിച്ചു നിർത്തി നമ്മിൽ ചിലരെയും വിളിച്ചു നിർത്തിയിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ ഞാൻ അങ്ങോട്ട് പോകുകയാണ്. സ്ത്രീയുടെ സന്തതി അഥവാ ഒരു കന്യകയിലൂടെ ജനിക്കുന്ന യേശു ശത്രുവിൻ്റെ തലയെ തകർക്കുമെന്ന ആ ദീർഘകാല വാഗ്ദത്തം നിവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗമായി ഒരായുസ്സുകൊണ്ട് തൻ്റെ കർത്തവ്യം നിവർത്തിക്കേണ്ട അബ്രഹാം അതിലെ ഒരു കണ്ണിയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനൊരു സഹകാരിയായി ദൈവം സാറയെയും കൽപ്പിച്ചു. ദൈവത്തിന് അനേക സ്ട്രാറ്റജികളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്ട്രാറ്റജി എന്ന വിഷയത്തിൻ്റെ ആരംഭത്തിലേക്ക് പ്രവേശിച്ചു. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ, സാത്താന് ചില തന്ത്രങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ദയവായിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു ദർശനങ്ങൾ വൈകുവാൻ കാരണമുണ്ട്. ദൈവിക വെളിപ്പാടുകൾ, ദർശനങ്ങൾ നമുക്ക് കൈമാറും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദർശനങ്ങൾ മുഖേന നമ്മെ ഏൽപ്പിച്ചാൽ ആ ദർശനത്തിനൊരു ശത്രു ഉള്ളതിനാൽ ആ ദർശനം വൈകുവാനിടയുണ്ട്. ഹബക്കുക്കിൻ്റെ പുസ്തകമാണത് എടുത്തു പറഞ്ഞത്. ദർശനം വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് സംഭവിക്കും നിശ്ചയം. ദർശനം വൈകുവാനുള്ള കാരണം അതിൻ്റെ ശത്രു ക്രിയ ചെയ്യുന്നതാണ്. ശത്രുവിന് അവൻ്റേതായ ചില സ്ട്രാറ്റജികളുണ്ട്. ബൈബിളിൽ അതിനെ അവൻ്റെ തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. അവൻ്റെ സ്ട്രാറ്റജികൾ ഒരിക്കലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുകയില്ല. ഒരാത്മീയൻ്റെ തന്ത്രങ്ങൾ, അവന് തന്ത്രങ്ങളില്ല, അവൻ്റെ സ്ട്രാറ്റജികൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പിശാചേ, ഞങ്ങൾ നിന്നെ ശാസിച്ചിരിക്കും, ഞങ്ങൾ നിന്നെ ഭത്സിച്ചിരിക്കും, ഞങ്ങൾ നിൻ്റെ മേൽ ജയം എടുത്തിരിക്കും. സാത്താൻ ഒരിക്കലും നേരിട്ട് പറയത്തില്ല, അവനെ തന്ത്രങ്ങൾ മുഖേന ഇടപെടും. ഏദൻ തോട്ടത്തിൽ വെച്ച് നിത്യനായ ദൈവം ആദാമിൻ്റെ മുമ്പിൽ വെച്ച് സാത്താനോട് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരോടും ചേർത്ത് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ദൈവം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു. അതിനൊരു പ്രതികരണ പദം സർപ്പത്തിൽ നിന്ന് കേൾക്കാനില്ല. അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. ഹൃദയത്തിൽ കരുതി, എനിക്ക് തന്ത്രങ്ങളുണ്ട്, ഞാൻ കരുതിക്കൊള്ളാം. പിശാചൊരിക്കലും അവൻ്റെ പ്രോജക്റ്റുകൾ നേരത്തെ വെളിപ്പെടുത്തത്തില്ല. അവൻ തന്ത്രങ്ങളിലൂടെയാണ് വരുന്നത്. നാം അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയാൽ കാലത്തിന് ശേഷമാണ് നാം അറിയുന്നത്, എൻ്റെ സമയം നഷ്ടമായി പോയി, ഞാൻ പോയിരുന്നത് ദൈവത്തിൻ്റെ വഴിയായിരുന്നില്ല, പകരം പിശാചിൻ്റെ തന്ത്രങ്ങളായിരുന്നു. പിശാചിൻ്റെ മുമ്പിൽ തോൽക്കാതിരിക്കേണ്ടതിന് ഇതവൻ്റെ തന്ത്രമല്ലേ എന്ന ചിന്തയോടെ പിശാചിനെ സമീപിക്കുക, അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുക. ദൈവത്തിൻ്റെ സ്ട്രാറ്റജികളിലേക്ക് പ്രവേശിക്കുവാനായി താല്പര്യപ്പെടുന്നു. സാത്താൻ്റെ സ്ട്രാറ്റജിയിൽ 2 യജമാനന്മാരെ സേവിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു. 2 യജമാനന്മാരെ സേവിപ്പിക്കുക എന്നത് സാത്താൻ്റെ സ്ട്രാറ്റജിയാണ്. ഒരു പദം ഞാൻ പെട്ടെന്ന് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ശക്തമായി കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ ഈ തലമുറയിലുള്ളയാളിനെ തൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തി ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തെ അതിശക്തമായി ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഈ സഭ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു പ്രത്യേക അനുഭവമുണ്ടായത് അദ്ദേഹം ഇങ്ങനെ എടുത്തു പറഞ്ഞു. കൃപാവരങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിലേക്ക് താൻ കയറിക്കൂടിയതിനെ തുടർന്ന്, അസാമാന്യമായ ഒരു ദൈവിക ശുശ്രൂഷ തന്നിൽ കൈമാറ്റപ്പെട്ടതിനെ തുടർന്ന് ഒരു ചൈനീസ് വ്യാളി അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. ഒരു ചൈനീസ് വ്യാളി, അല്ലെങ്കിൽ ചൈനക്കാർ ആരാധിക്കുന്ന ആ ഡ്രാഗൺ, അത് അദ്ദേഹത്തിന് പ്രത്യക്ഷമായി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ ലോകത്തിലെ 1-ാമന്മാരിൽ ഒരുവനായി ഉയർത്താം, ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. അനേകർക്ക് ഇത്തരമുള്ള അനുഭവങ്ങളുണ്ട്, അനേകർക്കുണ്ട്, എനിക്കുൾപ്പെടെ അനേകർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്. ഞാൻ നിന്നെ ലോകത്തിലെ 1-ാമനായി ഉയർത്താം, ഞാൻ പറയുന്നത് അനുസരിക്കുക. ഈ ദൈവദാസൻ പറഞ്ഞു, ഇല്ല പിശാചേ, പോ, ഞാൻ ഒരിക്കലും നിന്നെ അനുസരിക്കുകയില്ല. ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നവനാണ്, ഞാൻ ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ നാമമാണ്. ഈ പദം ലോകവ്യാപകമായി ശ്രദ്ധിച്ചാലും
തിരിച്ചത് പറഞ്ഞ മറുപടി, യേശുവിൻ്റെ നാമം തന്നെ നീ ഉപയോഗിച്ചു, യേശുവിൻ്റെ പേരിൽ തന്നെ നീ പ്രവചിച്ചു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ നീ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷേ അതിന് ഇടയ്ക്ക് ഞാൻ ചില ചെറിയ കാര്യങ്ങൾ തരും, അതുകൂടി കൂട്ടത്തിൽ അങ്ങ് തിരികെ ചേർത്തേക്കണം. യേശുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ വചനം എല്ലാം നിനക്ക് ഉപയോഗിക്കാം. അതിനിടയിൽ ഞാൻ തരുന്നതായ ചുരുങ്ങിയ ആശയങ്ങൾ, 2-3 കാര്യങ്ങൾ ഞാൻ തരുന്നത് നീ ചേർത്തോണം, അവിടെ ഞാൻ നിന്നെ ഉപയോഗിച്ചോളാം. നോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ജയിക്കുവാനിടയായി. പിശാചിൻ്റെ വൻ തന്ത്രങ്ങളിൽ ഒന്നാണ് 2 യജമാനന്മാരെ സേവിപ്പിക്കുക. നീ ഒരു യജമാനനെ സേവിക്കുന്നു, പിന്മാറണ്ട, ആ യജമാനൻ്റെ പുറകെ പോക്കൂ. കൂട്ടത്തിൽ ഒരൽപ്പം എൻ്റെ വക കൂടെ തരാം, അതും കൂടെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 2 തോണിയിൽ കാൽ വയ്ക്കുന്നവരെന്ന് അതിൻ്റെ താഴത്തെ ഗ്രൂപ്പിനെ വിളിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ, മുകളിൽ നിൽക്കുന്ന ഗ്രൂപ്പിനെ 2 യജമാനന്മാരെ സേവിക്കുന്നവർ എന്ന് വിളിക്കുന്നുവെങ്കിൽ, അവരുടെ സേവയിൽ 2 യജമാനന്മാരുണ്ടെങ്കിൽ അതിൻ്റെ 2ാമത്തെ പടിയിലേക്ക് ഇറങ്ങാം. 2 തോണിയിൽ കാൽ വയ്ക്കുക. എനിക്ക് അതും വേണം, എനിക്ക് ഇതും വേണം. ഉച്ചത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും വരുത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പഴയ മലയാളത്തിൻ്റെ ഫ്രൈസാണ്. ഞാൻ എൻ്റെ ബൈബിൾ എൻ്റെ കക്ഷത്തിലോട്ട് വെച്ചെന്നിരിക്കട്ടെ. എൻ്റെ കക്ഷത്തിൽ ഈ ബൈബിൾ ഇരിക്കുമ്പോൾ ഉച്ചത്തിൽ എന്തോ ഇരിക്കുന്നത് കണ്ടു. എനിക്കൊരിക്കലും ആ കൈ ഉയർത്തി ഉച്ചത്തിലേത് എടുക്കാനൊക്കത്തില്ല, കക്ഷത്തിലേത് താഴെ പോകും. കക്ഷത്തിലേത് പോകുകയും അരുത്, ഉച്ചത്തിലേത് എടുക്കുകയും വേണം. നടക്കത്തില്ല. 2 തോണിയിൽ കാൽ വയ്ക്കുവാൻ സാധ്യമല്ല. 2 യജമാനന്മാരെ സേവിക്കണ്ട, നിന്റെ കാൽ 2ഇടത്തും ഇരിക്കട്ടെ. നിനക്ക് ഒരുപോലെ ലോകത്തിൻ്റേതും വേണം, ദൈവത്തിൻ്റേതും വേണം. നോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന, ലോക സാമ്പത്തിക തത്വശാസ്ത്രത്തിൽ ഒരുത്തനെ പണിയുന്ന, ആത്മീകം കുരുതി കഴിച്ചുകൊണ്ട് ഇവിടേക്ക് കയറ്റുന്ന ഒരു തത്വശാസ്ത്രം. യഥാർത്ഥ സുവിശേഷത്തിൽ ആത്മീകവും ഭൗതികവും ഒരുമിച്ചുണ്ട്. കർത്താവ് കരുതുമ്പോൾ ഇതൊക്കെയും നിങ്ങൾക്ക് തരും എന്ന് യേശു പറഞ്ഞത് സത്യമാണ്. ഇത് മുഴുവനും യേശു തന്നിരിക്കും. പക്ഷെ മുൻഗണന ദൈവത്തിനായിരിക്കണം. മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. 2 തോണിയിൽ കാൽ വയ്ക്കുന്നവന് മുൻഗണനയില്ല. 2നകത്തും തുല്യത കൽപ്പിക്കുക, നോ, അത് ദൈവികമല്ല, അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. അടുത്ത ഒരു പ്രത്യേകതയുള്ളത്, ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ മഹാകവി KV സൈമൺ സാർ അവർ എഴുതിയ ഒരു പഴയ പാട്ട്, ആ 2 ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പാടുന്നത് ഞാനും മീഡിയകളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ പാടുന്നതിന് മുമ്പേ, ഇന്നത്തെ മീഡിയകൾ വരുന്നതിന് മുന്നമേ അച്ചടിയന്ത്രം മാത്രം മീഡിയയുടെ ഭാഗമായിരുന്ന പഴയ കാലത്ത് ആ പാട്ട് പ്രിൻ്റ് ചെയ്തത് വായിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്തെ ഒരു ഭാഗം എനിക്ക് പാടാൻ അറിയത്തില്ല, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, വേല വേല എന്ന് ചൊല്ലി വേലിയില്ലാ നിലം പോലെ വിശാലമായ വയലുകളിൽ ജോലി ചെയ്യുന്ന കള്ളവേലക്കാരുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വേല വേല എന്ന് ചൊല്ലി വേലിയില്ല നിലം പോലെ. അറിയാവുന്ന പലരുണ്ട്, നമ്മളിപ്പോൾ പാടാൻ പോകുന്നില്ല. വേലി കെട്ടിയാണ് സാധാരണ വയലുകളെ വേർതിരിക്കുന്നത്. ഒരു വേലിയുമില്ലാതെ, ഒരു ലിമിറ്റുമില്ലാതെ എവിടം വരെയും ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുന്ന ഒരുപാട് വേലക്കാരുണ്ട്. അവരനേകരുടെ കാഴ്ചപ്പാടുകൾ തെറ്റിച്ച് കണ്ണുകളെ കുരുടാക്കി അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകും. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ദൈവസഭ എന്ന വാചകം എക്ലീഷ്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ആരംഭിക്കുന്നുവെന്നും, എക്ലീഷ്യ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഏതെങ്കിലും ഒരു സമയത്തൊരു യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധം നയിക്കേണ്ട രാജാവ് തൻ്റെ സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടതിനും പോരാടേണ്ടതിനും ഒരു കൂട്ടം പടയാളികളെ വിളിക്കാറുണ്ട്. ആ പടയാളികളെ വിളിക്കേണ്ടതിന് വേണ്ടി അവരൊരു കാഹളമൂതും. ആ കാഹളനാദം കേട്ടുകൊണ്ട് ഈ പടയാളി ആകേണ്ടവൻ, പടയിൽ ചേരേണ്ടവൻ മുൻപിലേക്ക് ഇറങ്ങി വരികയും അങ്ങനെ പടചേരുവാൻ ഇറങ്ങി വന്ന സമൂഹത്തെ ഒരു പേരിൽ വിളിക്കും. അതാണ് എക്ലീഷ്യ. അതിനൊരു അതിരുണ്ട്, വരമ്പുണ്ട്, പട്ടാള ചിട്ടയുണ്ട്, നിയമമുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. എക്ലീഷ്യ അതാണ് സഭയ്ക്ക് കൊടുത്ത പദം. ഇത് വേലിയില്ല വിളവല്ല, ഇത് വേലിയില്ല വയലല്ല, വ്യക്തമായ അതിരുകൾ ഉള്ളതാണ്. നാം അടിസ്ഥാന ഉപദേശങ്ങളിൽ നിലനിൽക്കുക എന്നതും നിയമലംഘനത്തിന് പോകാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ ഭക്തിക്കൊത്തവണ്ണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നതുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു പറഞ്ഞു. തീമോത്തിയോസേ, നീ ഭക്തിക്കൊത്തവണ്ണം നിന്നെ തന്നെ ട്രെയിനപ്പ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നീ പഠിച്ചു കൊള്ളണം. അതായിരിക്കും ഇതിൻ്റെ പ്രത്യേകത.
ഇന്ന് രണ്ടാമത്തെ സ്ട്രാറ്റജിയിലേക്ക് മാറാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ അതിപ്രധാന സ്ട്രാറ്റജികളിൽ ഒന്ന് യുദ്ധം യഹോവ തന്നെ അങ്ങ് ഏറ്റെടുക്കും. ദൈവം എൻ്റെ കയ്യിൽ യുദ്ധം തന്നു, യുദ്ധം ചെയ്യുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് പറയും, നീ എന്നോട് സഹകരിച്ച് നിൽക്കുമോനെ, ഞാൻ നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും, പക്ഷെ യുദ്ധം എൻ്റേതായിരിക്കും. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവപൈതൽ തിരിച്ചറിയുക, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ 1-2 മെസ്സേജുകൾ എനിക്ക് ലഭിച്ചു. ഒരെണ്ണം ഈ ചർച്ചിനകത്തുനിന്ന് ഒരാൾ ഇട്ടിരുന്ന മെസ്സേജാണ്. ആ മെസ്സേജിനായി നന്ദി. രണ്ടാമതൊരെണ്ണം ഇന്നെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവാം, ഇതിൻ്റെ വെളിയിൽ നിന്നൊരാൾ അയച്ചിരിക്കുന്നൊരു മെസ്സേജാണ്. എനിക്ക് തോന്നിയ കഴിഞ്ഞ രാത്രിയിൽ ഏതാണ്ട് 12:30 ആ മെസ്സേജ് വന്നു. അന്നേരം ഞാനിത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് മെസ്സേജ് ശ്രദ്ധിച്ചത്. അന്നേരം ഞാൻ ദൈവവചനം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നത് കൊണ്ട് ഫോണിൻ്റെ അടുക്കലോട്ട് പോയേ ഇല്ല. ഇന്ന് രാവിലെ ഞാൻ ആ മെസ്സേജ് എടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെ എഴുതി, അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇറ്റ്സ് എ റിയൽ വിഷൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചില ദിവസങ്ങളായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്ന നിയോഗപ്രകാരം ചില ദിവസങ്ങളായി, ആഴ്ചകളോളം വരുന്ന ദിവസങ്ങളായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് കാണിച്ച ഒരു ദർശനം ഇന്നത്തെ സഭായോഗത്തിന് മുന്നമേ ഇവിടെ കിട്ടത്തക്കതുപോലെ അയച്ചു തരേണ്ടത് ആവശ്യമാകയാൽ ഞാൻ ഈ ടൈമിങ്ങിൽ അത് അയക്കുന്നുവെന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി 12:30 ശേഷം അദ്ദേഹം അത് അയക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരുന്നത് ഇതാണ്: ആഗോള വ്യാപകമായി സുവിശേഷ തൽപരരായ ഒരു കൂട്ടം ആളുകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒരു വശത്തും, അതുപോലെ തന്നെ തിരുവചനത്തിലെ ആഴമായ ഗൗരവമുള്ള സത്യങ്ങളും മൂന്നാമതൊരു ഭാഗത്ത് ക്രിസ്തീയമായ പ്രാക്ടീസുകളും ഇടപെടലും നടപ്പിലും കിടപ്പിലും യോഗ്യതയുള്ളവരാകുക എന്ന ആശയവും ഒരുപോലെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. അവരിൽ പലർക്കും ബഥേൽ ഒരു മാതൃകാ ദൃശ്യമായിരുന്നു. അവരിൽ പലരെയും ബഥേൽ നടത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നമ്മളെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത പദമൊന്ന് കേട്ടോണം. അത്രയും പേരെ ഒരുമിച്ച് ബാധിക്കത്തക്കവണ്ണം ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റെന്ന വണ്ണമായിരുന്നു എം.എ. വർഗീസിൻ്റെ മേൽ വന്ന ക്യാൻസർ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ വ്യാജമാണെന്നും ഇതിനകത്ത് എന്തോ തെറ്റുണ്ടെന്നും ഇതൊന്നും ദൈവികമല്ല എന്നും പറഞ്ഞ് അനേകരെ ഭക്തിമണ്ഡലത്തിൽ നിന്ന് വീഴിച്ച് കളയുന്ന ഒരു കൊടിയ ഉപകരണമായിരുന്നു പിശാച് ആ ക്യാൻസറിനെ എടുത്തത്. അദ്ദേഹം അടുത്തിങ്ങനെ പറഞ്ഞു, 10-20 അടി വലിപ്പമുള്ള വലിയ ഹോർഡർ പട്ടണങ്ങളിൽ വയ്ക്കുന്നത് പോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പരസ്യം കൊടുക്കേണ്ടതിന് വലിയ ഹോർഡറുകൾ പട്ടണങ്ങളിൽ ഉയർത്തുന്നത് പോലെ ലോകവ്യാപകമായി ആത്മീയരുടെ നടുവിൽ ഇതൊരു വലിയ ഹോർഡറായി പിശാച് ഉയർത്തിക്കൊണ്ടിരുന്നു. ഇതാണ് ആത്മീയരുടെ സ്ഥിതി. കേവലം എം.എ. വർഗീസിന് മാത്രമല്ല, അതോട് ചേർന്ന് ആത്മീയത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഞാനീ പറഞ്ഞതുപോലെ മാതൃകാപരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച അനേകരെ ക്യാൻസർ ഒരേ സമയം ബാധിച്ചു. ഇത് ലോകവ്യാപകമായി പിശാച് ഉയർത്തിയ ഒന്നായിരുന്നു. എന്നാൽ അതിൻ്റെ പരിഹാരമായി ദൈവം തന്നെ ഒരു കാര്യം ചെയ്തു. ഒരു സിമ്പിൾ കൊടുങ്കാറ്റടിപ്പിച്ചു. ഹോർഡറുകൾ ഒടിഞ്ഞ് താഴെ വീഴുന്നത് പോലെ സൗഖ്യം ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് നടക്കാൻ തുടങ്ങി. ഇടിച്ച് താഴെ ഇടുവാൻ തക്കവണ്ണം ഒരു പ്രാവശ്യം കൂടെ തെളിയിക്കേണ്ടതിന് ഈ ഹോർഡറുകളെ ഇടിച്ച് താഴെ ഇടുന്ന ഒരു കൊടുങ്കാറ്റ് ദൈവം പട്ടണത്തിൽ അടിപ്പിച്ചു. അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുക. ഇന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ ആശയം കൂടെ ചേർത്തുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ദൈവം യുദ്ധത്തിന് വേണ്ടി ഒരുവനെ അഭ്യസിപ്പിച്ചു, എടുത്തു. ആ അബ്രഹാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വലിയ വാഗ്ദത്തം നിവർത്തീകരിക്കേണ്ടതിന് അബ്രഹാമിൻ്റെ സഹായം ദൈവത്തിന് വേണമെന്ന് ഞാൻ പറയട്ടെ. മോശയെ ദൈവം ഏൽപ്പിച്ചു. ആ വലിയ ദൗത്യം നിർവഹിക്കേണ്ടതിന് മോശയുടെ സഹായം വേണം. യോശുവയെ ദൈവം ഉപയോഗിച്ചു. ഇങ്ങനെ ദൈവം വ്യക്തികളെ വിളിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചേച്ചു പറഞ്ഞു, നീ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കണം, യുദ്ധം എൻ്റെ വകയാണ്. ഇവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ഇവിടുത്തെ സൈന്യത്തിൻ്റെ വകയാ, സൈന്യ അധിപൻ്റെ വകയാ. പക്ഷേ സൈന്യത്തിലുള്ള ഓരോ വ്യക്തികളെ യുദ്ധത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് നിയമിക്കുന്നത് പോലെ എന്നെ നിയമിച്ച ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ അവരവരുടെ ഗ്രാമങ്ങളിൽ, ചിലരുടെ വീടുകളിൽ, ചിലരുടെ ഏരിയകളിൽ നമ്മെ നിയമിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങോട്ട് നിയമിച്ചു പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, ദൈവമായി യുദ്ധം ചെയ്യും. ഈ പ്രഖ്യാപനം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല
സമയക്കുറവിനാൽ ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിൽ 1 ശമൂവേൽ 17:47 ദാവീദ് പറയുന്നതായ ഒരു വാക്യമാണിത്. ഗോലിയാത്ത് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പറയുകയാണ്, ഗോലിയാത്തെ, യുദ്ധം എനിക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതാണ്. നിന്റെ സ്ട്രാറ്റജിയിൽ വേലിവും വടിയും വാളും കുന്തവും എല്ലാം നിനക്കുണ്ട്. ദൈവത്തിന്റെ സ്ട്രാറ്റജി വേറൊന്നാണ്. ദൈവത്തിന്റെ സ്ട്രാറ്റജി 5 കല്ലും 1 കവണയും അഭിഷക്തനായ ഒരു വ്യക്തിത്വവുമാണ്. ഞാൻ വരുന്നത് ദൈവത്തിന്റെ സ്ട്രാറ്റജിയിലാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഞാൻ നിന്റെ അടുക്കൽ വന്നേച്ച് ക്ഷമ പറയാൻ വരികയാണെന്ന ഭാവത്തിൽ എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ലെന്ന് പറഞ്ഞ് കളിപ്പിക്കാൻ വരികയല്ലടാ. പറയാനുള്ള കാര്യം തുറന്ന് പറയാം. ഇന്ന് നിന്റെ മാംസം ആകാശത്തിലെ പറവുകൾക്ക് കൊടുക്കും. ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി വരികയല്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്നോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയുകയില്ല. നോക്ക, ഞാൻ നിരായുധനായി വരുന്നുവെന്ന് പറഞ്ഞ് കളിപ്പിക്കുകയല്ല. അത് പിശാചിന്റെ തന്ത്രമാ. പക്ഷെ ഞങ്ങൾക്ക് തന്ത്രങ്ങളില്ല. ഓപ്പണായി കാര്യം പറയാ. ഇന്ന് നിന്നെ കൊന്ന് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കുവാൻ ഞാൻ വരികയാണ്. നിന്റെ സ്ട്രാറ്റജിയിൽ നിന്റെ ശരീരം കവർ ചെയ്യുക, അന്യന്റെ ആയുധങ്ങൾ ഫലിക്കാതെ സൂക്ഷിക്കുക. ദൈവത്തിന്റെ സ്ട്രാറ്റജിയിൽ നിന്റെ കരുതൽ കുറവുള്ള ഇടം, നിന്റെ നെറ്റിത്തടത്തിന്റെ ഗ്യാപ്പ് സ്വർഗത്തിലെ ദൈവം കണ്ടുപിടിക്കും. അതാണ് ദൈവത്തിന്റെ സ്ട്രാറ്റജി. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് പകൽ എന്നെ യുദ്ധഭൂമിയിൽ ഇറക്കി നിർത്തിയാൽ യുദ്ധം ചെയ്യുന്നത് ദൈവമാകയാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടാൽ മതിയാകും. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇത് കാണാം. യോശുവ 5:15 ദയവായി ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യോശുവ 5:15. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരൊറ്റ വാക്യം മാത്രമേ ഇപ്പോൾ വായിച്ചുള്ളൂ. 6:2 നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ വായിക്കും. നിൽക്കട്ടെ, ഈ ഭാഗം ഞാൻ ഒന്ന് തൊട്ടോട്ടെ. തൻ്റെ യോശുവ ജനത്തെ മരുഭൂമിയിൽ നിന്ന് യോർദാൻ കടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിച്ചു. ദൈവം അവർക്ക് വേണ്ടി കൽപ്പിച്ചിരുന്ന വാഗ്ദത്ത നാടായ കനാനിലേക്ക് തൻ്റെ ജനത്തെ ദൈവം കൊണ്ടുവരികയാണ്. യോശുവയെ നേതൃത്വത്തിന് വേണ്ടി എടുത്തേച്ച് പറഞ്ഞു, ആ ദേശം പിടിക്കണം, അവിടെയാണ് കന്യക ജനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയപ്പെടുന്ന ബഹുദീർഘകാലം കൊണ്ട് സാധിച്ചെടുക്കേണ്ട ആ വലിയ ദൈവിക ദർശനത്തിൻ്റെ കൊച്ചു കണ്ണിയായി യോശുവയെ കൊണ്ടുവന്നേച്ച് പറയുക, യോശുവ ജനത്തെ കൊണ്ടുവന്ന് ആ ദേശത്ത് പാർപ്പീര്. കന്യക ഗർഭിണിയാകേണ്ടത് എവിടെ വെച്ച്, എന്ന്, എങ്ങനെ, ഇത് മുഴുവനും നേരത്തെ അറിയാവുന്നവൻ പറഞ്ഞു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ബേതലഹേം ഇന്ന് ജാതികളാൽ ചവിട്ടപ്പെടുകയാ. സുവിശേഷത്തിന്റെ വിത്ത് പാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങൾ ഇന്ന് ജാതികീയ ശക്തികളാൽ ഭരിക്കപ്പെടുന്നുവെങ്കിൽ അവിടം തിരികെ പിടിക്കുവാൻ ഇന്ന് ചില യോശുവമാരോട് ദൈവത്തിന് ആവശ്യപ്പെടാറുണ്ട്. യോശുവ കേറിയോ, അങ്ങക്കെതിരായി ഒരു യോർദാൻ നിപ്പുണ്ടല്ലേ, സാരമില്ല. പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിലെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ, അത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. പണ്ട് മോശയുടെ കൈ കൊണ്ട് ദൈവം സമുദ്രത്തെ പിളർന്നപ്പോൾ നനഞ്ഞ മണ്ണിലൂടെ അല്ലവർ പോയത്, ഉണങ്ങിയ മണ്ണിലൂടെയാണ്. ആരെയും വെള്ളത്തെ ചവിട്ടിയില്ല. പക്ഷെ ഇപ്രാവശ്യം യോർദാനിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുങ്ങിയേ മതിയാകൂ. ദൈവത്തിന്റെ സ്ട്രാറ്റജി വേറൊന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണങ്ങിയ നിലത്തൂടെ നടത്തിയെങ്കിൽ ഇപ്രാവശ്യം കാൽ വെള്ളത്തിൽ മുങ്ങട്ടെ. പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ, വെള്ളത്തിൽ മുങ്ങിയാൽ അതിൻ്റെ തണുപ്പ് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാകാം. ചിലർക്ക് രോഗമുണ്ടായെന്ന് വരാം, ചിലർക്ക് ചില തിരിച്ചടികൾ ഉണ്ടായെന്ന് വരാം. ഒരു തിരിച്ചടി അടിക്കുകയല്ല ദൈവ പൈതലേ, പാദം മുങ്ങുമ്പോൾ അത് അവിടെ കൊണ്ട് തീർന്നിരിക്കും. ഇന്ന് പകൽ ആത്മയുദ്ധത്തിന് ഇറങ്ങിയ ചില ദൈവ പൈതലിന് വിരോധമായി വ്യാപരിക്കുന്ന ശക്തികളോട് യേശുവിന്റെ നാമത്തിൽ അറിയിക്കട്ടെ, കീഴടങ്ങ്. ഇന്ന് പകൽ കാലുകൾ നനഞ്ഞതുകൊണ്ട് പിന്മാറരുതെന്ന് ആഗോള വ്യാപകമായി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. പാദം വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞു, വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ശക്തിയിൽ ഒഴുകുന്ന പ്രതികൂലത്തിന്റെ ഒഴുക്കുകൾ യേശുവിൻ നാമത്തിൽ അവിടെ നിൽക്കുവാൻ ഇന്ന് പകൽ കൽപ്പിക്കുന്നു. ഒരു വലിയ ഒഴുക്ക് യോർദാനിൽ ഒഴുകുകയാ.
കരകവിഞ്ഞൊഴുകുന്ന ഒഴുക്കുകൾ യേശുവിൻ നാമത്തിൽ അവിടെ നിൽക്കേണ്ടതിന് ചില കാലുകൾ വെള്ളത്തിൽ നനഞ്ഞു. കുറെ സുവിശേഷകന്മാരെ തല്ലിക്കൊന്നു, കുറെ പള്ളികൾക്ക് തീ വെച്ചു, ഒത്തിരി പേരെ അടിച്ചോടിച്ചു, ചിലതിനെ തല്ലി, ചിലതിനെ കൊന്നു, ചിലയിടത്ത് ബൈബിൾ കരിച്ചു. അതെ, ഞങ്ങളുടെ കാലുകൾ മുങ്ങി. പക്ഷെ കവിഞ്ഞൊഴുകുന്ന യോർദാനെ നില്ല, കവിഞ്ഞൊഴുകുന്ന യോർദാനെ നില്ല. സ്റ്റോപ്പ് ഇറ്റ്. അത് ദൈവത്തിന്റെ സ്ട്രാറ്റജിയാ. ഒഴുകുന്ന യോർദാനെ ചവിട്ടി നിർത്തി. നിർത്തിയ ശേഷം ജനത്തോട് പറഞ്ഞു, ഇക്കര വാ. ജനം മുഴുവൻ ഇക്കര കടന്നു. ഇക്കര കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു ശുദ്ധീകരണ കർമ്മം ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ ശുദ്ധീകരണം കഴിഞ്ഞതിനെ ദൈവം കയറ്റാറുള്ളൂ. കർത്താവ് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, കണ്ടതിനെ എല്ലാം കുടിഞ്ഞ് കയറ്റി. പക്ഷെ ഒരു ശുദ്ധീകരണ കർമ്മം വേണം. ഇപ്പോൾ തീക്കല്ലുകൊണ്ടൊരു കത്തി ഉണ്ടാക്കി ജനത്തെ പരിച്ഛേദന ചെയ്യുക. ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, തൊട്ടുവിടുകയാ. എന്നേലും കർത്താവ് തരുമ്പോഴൊന്നുകൂടെ വിശദീകരിച്ചോളാം. ഒരു പരിച്ഛേദന കഴിഞ്ഞു, അവർ സൗഖ്യമായപ്പോൾ, അല്ലെങ്കിൽ ശുദ്ധീകരണം കഴിഞ്ഞു സൗഖ്യമായപ്പോൾ, തേണ്ടൊരു പുരുഷൻ ഊരിപ്പിടിച്ചൊരു വാളുമായി യോശുവയുടെ മുമ്പിൽ വന്നു. ഒരു പടയാളിയുടെ വേഷം കണ്ടിട്ട് ഊരിപ്പിടിച്ച വാള്. സാധാരണഗതിയിൽ വാൾ ഊരുന്നത് വെട്ടാൻ നേരത്തെ ഉള്ളൂ, അല്ലാത്തപ്പോൾ എല്ലാം ഒറയിലിട്ടിരിക്കുക. ഒരുത്തൻ തന്നെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. യോശു അവൻ്റെ അടുക്കലോട്ട് ചെന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അനേക വർഷങ്ങൾക്ക് മുന്നമേ ബാംഗ്ലൂരിൽ ബഥേലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദിനൂർ എന്നൊരു ഔട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഷാജി ഇവിടെ ഉണ്ട്, അന്ന് അദ്ദേഹം അവിടെയായിരുന്നു. ദിനൂരിൽ ഔട്ട് സ്റ്റേഷനിൽ വെച്ചാണ് ആദ്യം പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യം എന്നോട് ഇടപെടുന്നത്. തൻ്റെ ഊരിപ്പിടിച്ചൊരു വാളുമായി ഒരു മനുഷ്യൻ നിൽക്കുന്നു. യോശുവ ആ മനുഷ്യൻ്റെ അടുത്തോട്ട് ചെന്നു. ഞാൻ ചോദിക്കാം, യോശുവ അബദ്ധമല്ലേ കാണിച്ചത്? വാളൂരി പിടിച്ചവൻ്റെ അടുക്കൽ അങ്ങനെ അങ്ങ് ചെല്ലുന്നത് ശരിയാണോ? വെട്ടിയാൽ എന്തോ ചെയ്യും? യോശുവ പറഞ്ഞത്, എൻ്റെ അകത്തൊരു വാഗ്ദത്തം കിടന്ന് തിളയ്ക്കുന്നു. ഞാൻ യെരിഹോവിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നിന്റെ ജീവകാലത്തൊരിക്കലും എൻ്റെയും അകത്ത് തിളയ്ക്കുന്നു. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിനക്ക് നേരെ നിൽക്കയില്ല. സ്തോത്രം. ഇന്ന് പകൽ ഈ വാഗ്ദത്തം ചിലരും കൂടെ ഏറ്റെടുക്ക്. ദൈവിക സ്ട്രാറ്റജി, കാര്യങ്ങൾ മുന്നറിയിക്കുക. ദൈവിക സ്ട്രാറ്റജി, കാര്യങ്ങൾ മുന്നറിയിക്കുക. യോശുവയോട് പറഞ്ഞു, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കയില്ല. ഊരിപ്പിടിച്ച വാളുള്ളവൻ അവിടെ നിൽക്കുന്നെങ്കിൽ നിന്റെ വാളുകൊണ്ട് വെട്ടിയാൽ എനിക്ക് ഏക്കത്തില്ലടാ. കാര്യം എൻ്റെ അകത്തൊരു വാഗ്ദത്തം, ഹല്ലേലൂയ, അതെന്നെ ഷീൽഡ് ചെയ്യുകയാ. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ ചിലതിനെ ഷീൽഡ് ചെയ്യട്ടെ. ഹല്ലേലൂയ. ചില രോഗങ്ങൾ ആക്രമിക്കുമ്പോൾ വാഗ്ദത്തം ഇപ്പുറത്ത്. യോശു അവൻ്റെ അടുത്ത് എന്ന് വെച്ചൊരു ചോദ്യം ചോദിച്ചു. എടോ പട്ടാളക്കാരാ, ബാല്യക്കാരാ, നീ ഏതാടാ? നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ യെരിഹോവിൻ്റെ പക്ഷക്കാരനാണോ? പറയടാ. എന്നെ തൻ്റെ ഇടമാ യോശുവ. അതാ ദൈവം ഏൽപ്പിച്ച തൻ്റെ ഇടം. അടുത്ത് എന്നൊരു ചോദ്യം, നീ ആരുടെ പക്ഷക്കാരനാടാ? പറ. അവൻ പറഞ്ഞു, നിന്റെ പക്ഷക്കാരനുമല്ല, ശത്രുപക്ഷക്കാരനുമല്ല, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർമിയുടെ ചീഫാ. ഓ ഗോഡ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർമിയുടെ ചീഫാ. യുദ്ധം എനിക്കുള്ളതാ, യുദ്ധം എനിക്കുള്ളതാ. യോശുവ നെടുമ്പാട് അവിടെ വീണു. വീണച്ചൊരു ചോദ്യം ചോദിച്ചു, യഹോവയ്ക്ക് അടിയനോട് അരുളപ്പാടുണ്ടോ? ഹേ ദൂതനെ, ഈ നിൽക്കുന്ന മഹാസൈന്യം, ശത്രുവിനെ നേരിടുവാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, അവരുടെ നേതാവാണ് ഞാൻ. പക്ഷെ ദൈവത്തിൻ്റെ നേതാവിൻ്റെ മുമ്പിൽ ഞാൻ വേണ്ട അടിയറ പറഞ്ഞിരിക്കുന്നു. അടിയനോട് കൽപ്പനയുണ്ടോ? ആ ദൂതൻ പറയാണ്, ഉണ്ട്. നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പഴിക്കടാ. പരിച്ഛേദന ഏറ്റത് സത്യമാ, ജനത്തെ ശുദ്ധീകരിച്ച സത്യമാ. അതിന്റെ നേതാവ് അടുത്ത പടിയിലേക്ക് ഇറങ്ങ്, കാലിൽ നിന്ന് ചെരുപ്പഴിക്ക്. You are on the holy grounds. ഇന്ന് പകൽ ചിലതിനെ കൂടെ ഹോളി ഗ്രൗണ്ട്സിലേക്ക് നിർത്തുവാൻ ആ സ്ട്രാറ്റജിയുടെ ഒന്നാം ഭാഗം ജനത്തിന് ശുദ്ധീകരണം വേണം. രണ്ടാം ഭാഗം നേതാവിന് അതിനേക്കാൾ ശുദ്ധീകരണം വേണം. മൂന്നാം ഭാഗം നിൽക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തായിരിക്കണം. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ, എന്നെ നിർത്തിയത്, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ ഭൂമിയിലാ. അതിന്റെ മാനദണ്ഡത്തിന് താഴോട്ട് ഞാൻ പോകത്തില്ല.
ദൈവത്തിൻ്റെ സ്ട്രാറ്റജി ആ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ട് നിർത്തുകയാണ്. ഓൾ റൈറ്റ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ ദൈവം സഹകാരികളെ കൂടെ തരും. നമുക്കൊന്ന് എളുപ്പം ചിന്തിക്കാം. ദൈവത്തിൻ്റെ സ്ട്രാറ്റജിയിൽ ഒന്ന് ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. തൻ്റെ അഭിഷിക്തന്മാരെ, ദർശനം ലഭിച്ചവരെ യുദ്ധത്തിന് വേണ്ടി നിർത്തും. അതിൻ്റെ വേറൊരു ഭാഗമാണ്, ആ ദർശനം ലഭിച്ചവരോടുകൂടെ ദൈവം ചില സഹകാരികളെയും നിർത്തും. അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, സേറ അങ്ങയുടെ സഹകാരിയായിരിക്കണം. നമ്മൾ വായിച്ച് തുടങ്ങിയ വാക്യം അതായിരുന്നു. എബ്രായർ 11:11 ആദ്യത്തെ ദിവസം ഈ വിഷയം ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്, ഞാനൊരു സഹകാരിയെ കൂടെ തരാം, അത് സാറയായിരിക്കും. ആ സാറ ഒരു ദിവസം പെശകിലായി. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, ഇന്നത്തേക്ക് വിശദീകരണത്തിന് ഒക്കത്തില്ല. ഉൽപ്പത്തി 16:2 ഒരു ദിവസം സേറ ദൈവിക വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ വൈകുന്നു എന്ന് മനസ്സിലാക്കിയതിനാൽ തൻ്റെ വിശ്വാസത്തിൽ തളർന്ന് അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ ദാസിയിൽ നിന്ന് നമുക്കൊരു കുഞ്ഞുണ്ടാകട്ടെ. സഹകാരി നേതാവിനെ തെറ്റിച്ചിരങ്ങുവാണ്. ആ ഭാഗം ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല, അത് വിശദീകരിക്കേണ്ട ഒരു സമയത്ത് ഞാൻ എടുത്തോളാം. സഹകാരി നേതാവിനെ തെറ്റിച്ച രംഗമാണ്. സഹകാരിയാകുവാൻ ദൈവം കൊടുത്ത സാറ വിശ്വാസത്തിൽ വീഴ്ച വന്നു, ബലഹീനപ്പെട്ടു. സാഹചര്യങ്ങളിലേക്ക് നോക്കി, സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നതിനാൽ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു. ദാസിയിൽ നിന്ന് ഒരു മകൻ ജനിക്കട്ടെ. അങ്ങനെ ഒരു ഇസ്മയേൽ ജനിച്ചു. ചിലർക്ക് ഓർമ്മയുണ്ട്, അല്ലാത്തവരോട് ഞാൻ പറയാം. ഇസ്മായേൽ ജനിച്ചു. തുടർന്ന് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ കൽപ്പന ലഭിക്കുന്നത് വരെ ഏറെക്കുറെ 19-20 വർഷം പിന്നെ അബ്രഹാമിന് ദൈവിക വെളിപ്പാട് ഉണ്ടായിട്ടേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാം ഓരോ ദിവസവും ദൈവിക വെളിപ്പാടിൽ യാത്ര ചെയ്തയാളാ. ദാസിയുടെ അടുക്കൽ ചെന്നത് മുതൽ ഈ പൈതലിനെ ഇറക്കി വിടുവാൻ തീരുമാനം അറിയിക്കുന്ന ദിവസം വരെ പിന്നെ അബ്രഹാമിനൊരു ദൈവിക വെളിപ്പാട് ഉണ്ടായിട്ടില്ല. വെളിപ്പാടുകൾ നിന്നു. എന്തു പറ്റി? സഹകാരിയിൽ നിന്ന് വന്ന ബലഹീനതയാ, സഹകാരിയിൽ നിന്ന് വന്ന പ്രശ്നമാ. അബ്രഹാം നേരെ നിൽക്കേണ്ടതായിരുന്നു, അങ്ങനെ നിന്നില്ല എന്നുള്ളത് മറുവശം. രണ്ടും കൂടെ അങ്ങ് ഒത്തു. എങ്ങനെയാ പറയുന്നതിന്? ചക്കും ചങ്കരനും കൂടി ഒരുമിച്ച് കൂടി എന്നല്ലേ? എല്ലാം കൂടെ ഒത്തു. അങ്ങനെ നിന്നതുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ നഷ്ടമായി. തീർന്നില്ല. ആദാമിലേക്കൊന്ന് പോകാം. ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. കടമകൾ ധാരാളമുണ്ട്, നിവർത്തിപ്പാൻ ഒറ്റയ്ക്ക് കഴിയത്തില്ല. തക്ക തുണയായി തരാമെന്ന് പറഞ്ഞ് ഒരമ്മച്ചിയെ കൂടെ കൊടുത്തു. അമ്മച്ചി തെറ്റി, കാഴ്ചപ്പാടിൽ തെറ്റി. അമ്മച്ചി പഴം പറിച്ചു തിന്നു, ആദാമിന് കൊടുത്തു. അങ്ങേര് നേരെ നിൽക്കേണ്ടതായിരുന്നു, തെറ്റിച്ചു, അങ്ങേരും തിന്നു. മാനവജാതി പ്രശ്നത്തിലായി. ദർശനത്തിൻ്റെ സഹകാരികളെ പിശാച് കയ്യിലെടുക്കും. മറക്കരുത്, ദർശനത്തിൻ്റെ സഹകാരികളെ പിശാച് കയ്യിലെടുക്കും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയെ വിളിച്ചു. അതേ സമയത്ത് അഹരോനെ സഹകാരിയായി ദൈവം കൊടുത്തു. മോശയെ ദൈവം വിളിച്ചു. മോശ പറഞ്ഞ എൻ്റെ നാവ് പെശകാണ്, എനിക്ക് സംസാരിക്കാൻ വയ്യ. കർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, നിന്റെ സഹോദരനായ അഹരോനെ കൂടെ കൊണ്ടുപോയിക്കോളാൻ. കാലത്തിൻ്റെ പോക്കിൽ മോശ ദൈവസന്നിധിയിലേക്ക് പർവ്വതമുകളിലേക്ക് മാറുന്ന പരുവത്തിന് അഹരോൻ താഴ്വരയിൽ നിന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തിന് കൊടുത്തു. ജനത്തിൻ്റെ മേൽ ദൈവിക ശാപം വന്നു വീണു. പുറപ്പാട് പുസ്തകം 32:4 കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ സ്വോത്രകാഴ്ച പിരിവെടുത്തു. ഞാൻ കൂടുതൽ വിശദീകരണത്തിന് പോകുകയല്ല. അരുതാത്ത ചിലത് സഹകാരികളിൽ നിന്നുണ്ടായാൽ അത് പിശാചിൻ്റെ തന്ത്രമാണ് എന്ന് മറക്കരുത്. യോശുവ 7:1 ഒരാഖാനെ കാണാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ആഖാനെ തൊട്ടിരുന്നു. വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കളയേണ്ടതിന് വേണ്ടി ദൈവമേൽപ്പിച്ചിരുന്ന സകലതിനെയും നശിപ്പിക്കുവാൻ പറഞ്ഞ ഇടത്ത് യവന്തൻ്റെ ഒരു ബാബിലോന്യ വസ്ത്രവും ഒരു വെള്ളിക്കട്ടയും പൊൻകട്ടയും അരുതാത്തിടത്ത് നിന്ന് എടുത്തു വെച്ചു. ആഖാൻ മുഖേന ജനം നാശത്തിലായി. 2 ശമൂവേൽ 15:30-31 ദയവായി വായിച്ചാലും 2 ശമൂവേൽ 15:30-31 ഒരു അഹിത്തോഹേൽ ദൈവമായി ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആത്മാർത്ഥതയില്ലാഞ്ഞ ഒരു പെശകൻ. വായിച്ചാട്ടെ. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീത്തോഫലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ,
അഹിത്തോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. ദാവീദിന്റെ കൂടെ വളർന്ന ഏറ്റവും നന്നായി ആലോചന പറയുന്ന, ദൈവാത്മാവിൽ പ്രവചിച്ച എന്ന് ഞാൻ എടുത്തു പറയട്ടെ, ഒരു അഹിത്തോഫേൽ. പിശാദിന്റെ സ്ട്രാറ്റജിയാണ്, പിശാദിന്റെ തന്ത്രമാണ്. അഹിത്തോഫേലിനെ മറുകണ്ഠം ചാടിച്ചു. ഒരു ദിവസം ദാവീദിന്റെ സ്വന്തം മകൻ അദ്ദേഹത്തിന് വിരോധമായി എഴുന്നേറ്റു. കാരണം കൊണ്ടാണ്, ദാവീദ് പാപം ചെയ്തു, അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ദാവീദിന് വിരോധമായി സ്വന്തം മകൻ എഴുന്നേറ്റപ്പോൾ അഹിത്തോഫേൽ ഇടംബലം നോക്കി ഭരണം അപ്പൻ്റെ കയ്യിൽ നിന്ന് മകൻ്റെ കയ്യിലേക്ക് മാറാൻ പോകുകയാ. അപ്പനോട് പറ്റി നിന്നാൽ എനിക്ക് ലഭിക്കേണ്ട ചില്ലറ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ മകൻ്റെ കൂടെ കൂടുകയാണെന്ന് പറഞ്ഞ് അബ്ശാലോമിൻ്റെ കൂടെ അഹിത്തോഫേൽ പോയി കൂടി. അഹിത്തോഫേലിൻ്റെ ആലോചന ശ്രേഷ്ഠവും. അവനൊരു കാര്യം പറഞ്ഞാൽ പച്ചലയും കത്രികയും പോലെന്ന് മലയാളത്തിൽ പറയും, അത് സംഭവിച്ചിരിക്കും. അഹിത്തോഫേൽ കൂറുമാറി, ആത്മാർത്ഥതയില്ലാത്തവൻ മറുകണ്ഠം ചാടിയതോടെ ദാവീദ് തലമൂടിക്കൊണ്ട് കാലിൽ ചെരുപ്പിടാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്നെ അതുവരെ നടത്തിയ ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തി. യഹോവേ, അഹിത്തോഫേലിന്റെ ആലോചനയെ അങ്ങ് നിഷ്ഫലമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അഹിത്തോഫേലേ, നിന്റെ ആലോചന നിഷ്ഫലമാകുക. ദൈവം പകരം ഒരു ഹൂശായിയെ എഴുന്നേൽപ്പിച്ചു. ദുരാലോചന പറയുന്ന ഹൂശായിയെ ദൈവം അബ്ശാലോമിന്റെ കൂടെ അയച്ചു. അഹിത്തോഫേലിന്റെ ആലോചനകളെ നിഷ്ഫലമാക്കുവാൻ സ്വർഗം ഇന്ന് തയ്യാറാണ്. സഹകാരി, കൂടെ നിന്നവൻ, അഹിത്തോഫേൽ ഒരുമിച്ച് നടന്നവൻ, ഒന്നിച്ച് കർത്തൃമേശ എടുത്തവൻ. ഈ ഗൗരവം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരുമിച്ചൊക്കെ സഹകരിച്ചവൻ, ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞവൻ ഇപ്പത്തേണ്ട ശത്രുപക്ഷം തിരിഞ്ഞു. പക്ഷേ ദൈവം അതിനൊരു റെമഡി തന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെയും പ്രാർത്ഥനകളിൽ അഹിത്തോഫേൽമാരുടെ ആലോചനകൾ ദൈവം എടുത്തു കളയുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനേക്കാൾ കട്ടിയുള്ളവനാണ് നമ്പേഴ്സ് 23-ാം അധ്യായത്തിൽ. വായിക്കുന്നില്ല, ഒരു അധ്യായം മൊത്തം എടുക്കണം, 2-3 അധ്യായങ്ങൾ എടുക്കണത് മനസ്സിലാകണമെങ്കിൽ. ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കാണാം. കാശ് കിട്ടിയാൽ ഇവിടെയും പ്രവചിക്കും. ഇവിടെ കാശ് കിട്ടിയാൽ ഇവിടെ പ്രവചിക്കും, അപ്പുറത്ത് കാശ് കിട്ടിയാൽ അപ്പുറത്ത് പ്രവചിക്കും. അതാണ് ബിലയാം. ബിലയാം സഹകാരികളാണ്, ദൈവത്താൽ നയിക്കപ്പെടേണ്ടവനാ. അവന് മറുകണ്ഠം ചാടി. ദർശനത്തിന്റെ കൂട്ടാളി തെറ്റിപ്പോയാൽ ദർശകൻ വീണിരിക്കും. ആദം, അബ്രഹാം, ദാവീദ്, ഇസ്രായേൽ, ഇവിടം വരെ ഞാൻ എത്തി. ആ കൂട്ടാളിയിലൂടെ വന്ന് വ്യാപരിക്കുന്ന പൈശാചിക ക്രിയകൾ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവനോട് എതിർത്ത് നിൽക്ക്, അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങരുത്. ബഥേൽ, അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ പോകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സഹകാരികളെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രവചനം നല്ലത്, ശോധന ചെയ്ത് മുറുകെ പിടിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. വേറൊന്നിലേക്ക് തിരിയാൻ പോകുകയാണ്. ദൈവത്തിന് ഇതിൻ്റെ നടുവിൽ ഇസ്രായേലിനോട് ചിലത് പറയാനുണ്ട്. വായിച്ചേ മതിയാകൂ. യെശയ്യാവ് 8-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചേ മതിയാകൂ. ഇതുവരെ അണ്ടർലൈൻ ചെയ്തിട്ടില്ലാത്തവർ അണ്ടർലൈൻ ചെയ്തു കൊള്ളുക. 2019 ഞാൻ ഫെബ്രുവരിയിൽ കയറിപ്പോയി. ഈ വർഷം ഈ ആലോചന പ്രധാനമായും ബാധകമാണ്. ഈ ആലോചന ബാധകമാണ്. യെശയ്യാവ് 8:9-10. ജാതികളെ കലഹിപ്പിൻ, ജാതികളെ കലഹിപ്പിൻ. ദൈവമായിട്ട് എഴുന്നേൽപ്പിക്കുക. ജാതികളെ കലഹിക്ക്, പിന്നെ തകർന്നു പോകുവിൻ. അയ്യോ, എന്തിനാ നിങ്ങൾ കലഹിക്കുന്നറിയാമോ? തകർച്ചയ്ക്ക് വേണ്ടിയാ. ജാതികളെ, നിങ്ങളെ തകർക്കുവാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, കലഹിക്കടാ. എഴുന്നേറ്റന്റെ ജനത്തിനെതിരെ വാ, കലഹിക്ക്. ജാതികളെ കലഹിപ്പീൻ, അതുവിടം കൊണ്ട് തകരുവാൻ, തകർന്നു പോകുവിൻ. പിന്നെ സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുവിൻ, അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. വായിച്ചോ. അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ. തയ്യാറാകടാ തകരാൻ വേണ്ടി.
നീ ജയിക്കാൻ വേണ്ടിയാ വരുന്നത്, അരകെട്ടിക്കൊണ്ട് വരുന്നത് യുദ്ധത്തിൽ ജയിക്കാനാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്നെ വിളിച്ചോണ്ട് വരുന്നത് എൻ്റെ കുലദിവസത്തിലേക്കാ. തകരുവാൻ അരകെട്ട്. ജാതികൾ അരകെട്ടുന്നത്, ജാതികൾ ഒരുമിച്ച് കൂടുന്നത്, കൂടിയാലോചിക്കുന്നത് ദൈവസഭയുടെ ദോഷത്തിനല്ല. ഞങ്ങളുടെ കാൽപാദങ്ങൾ വെള്ളത്തിൽ മുങ്ങിയേക്കാം, പക്ഷേ ഈ ഒഴുക്ക് നിന്നിരിക്കും, ഈ ഒഴുക്ക് നിന്നിരിക്കും, ഈ ഒഴുക്ക് നിന്നിരിക്കും. ജാതികളെ അരകെട്ടുക, തകർന്നു പോകുക. പിന്നെ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. വായിച്ചു. കാര്യം പറഞ്ഞുറപ്പിപ്പിൻ, സാധ്യമുണ്ടാകുകയില്ല. എന്റെ കർത്താവ് പറയുകയാണ്, കാര്യം പറഞ്ഞുറപ്പിക്കടാ, കൂടിയാലോചിക്കടാ. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ചില ശക്തികൾക്ക് നേരെ യുദ്ധം ചെയ്യുന്ന, ചില ഏരിയയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ചില ആത്മാക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ ഭടന്മാരെ എതിരെ ഒരു സൈന്യമുണ്ട്. ദൈവം അവരോട് പറയുകയാണ്, കൂടിയാലോചിക്ക്, സംഭവിക്കയില്ല. കാര്യം പറഞ്ഞുറപ്പിക്ക്, നിഷ്ഫലമാകും. അഹിത്തോഫേലിനെ കൊണ്ടുവാ, സംഭവിക്കയില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ദർശനം വൈകുവാനുള്ള കാരണം ഇതൊക്കെയാ. അതിനകത്ത് ദൈവിക റെമഡികളാണ് ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സേറ ദൈവത്തോട് പറ്റി നിന്നപ്പോൾ ദർശനത്തിൻ്റെ കൂട്ടാളികളിൽ നിന്ന് ദൈവത്തിന് വൻകാര്യങ്ങൾ പ്രതീക്ഷയുണ്ട്. എബ്രായർ 11:11 നമ്മുടെ ആപ്തവാക്യമാണ്, സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. കണ്ട വേണ്ടാത്ത ദിനത്തിലൊക്കെ പോയി ഇടപെട്ടു. ദാസിയെ നശിപ്പിച്ചു, ഭർത്താവിനെ നശിപ്പിച്ചു, വീട് നശിപ്പിച്ചു. അരുതാത്ത ഇസ്മയേൽ കുടുംബത്തിൽ പിറന്നു വീണു. പരിഹാസിയെ വളർത്തി മടുത്തു. ഇതെല്ലാമാണെങ്കിലും ഒരിടത്തെങ്ങാണ്ട് അമ്മച്ചി പിടിച്ചു നിന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഒരു റിയലൈസേഷനിൽ മടങ്ങി വന്നു. അമ്മച്ചി, ഒരു 19 വർഷം മുമ്പേ ഈ റിയലൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് വീട്ടിൽ കാണുകയില്ലായിരുന്നല്ലോ. ഇപ്പോഴേലും മാനസാന്തരപ്പെട്ടതിനായി സ്തോത്രം. ഔവായിക്ക് അത് നടന്നില്ലല്ലോ. ഔവായിക്കൊരു മാനസാന്തരത്തിന് പോലും ചാൻസ് ഉണ്ടായില്ലല്ലോ. ആദമിനൊരു മാനസാന്തരത്തിന് പോലും ചാൻസ് ഉണ്ടായില്ലല്ലോ. തേണ്ട ഇപ്പോഴേ വിശ്വസ്തനെന്ന് എണ്ണി. സഹകാരികളെ ദൈവം ഒരുക്കാറുണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന്. അബ്രഹാമിന് സാറ സഹകാരിയായിരുന്നു. 2 രാജാക്കന്മാർ വായിക്കണ്ട 5:2 നയമാൻ എന്ന് പറയുന്ന ഒരു യുദ്ധവീരനെ കാണാം. അരാം രാജാവിൻ്റെ സൈന്യത്തിൻ്റെ അധിപനായ നയമാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവൻ യുദ്ധവീരനായിരുന്നു. പക്ഷെ ഇവനൊരു പെശ കൊണ്ട് ഇവൻ കുഷ്ഠരോഗിയായിരുന്നു. ഞാൻ അങ്ങോട്ടും തിരിയുന്നില്ല. അനേക വീരന്മാർക്കും ഒരു പക്ഷേ ഇവൻ കുഷ്ഠരോഗിയായിരുന്നു. ഒരു ദിവസം അവൻ ഇസ്രായേൽ രാജ്യത്തെ യുദ്ധത്തിന് വന്നു. ഈ നയമാൻ ഒരിക്കൽ ഇസ്രായേൽ രാജ്യത്തെ യുദ്ധത്തിന് വന്നു. അവിടുന്ന് അടിമകളെ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ഒരു പെൺകൊച്ചിനെ കൂടെ പിടിച്ചുകൊണ്ട് പോയി. ഞാനായിരുന്ന സ്ഥാനത്തെങ്കിൽ, ഞാനൊരു ഇസ്രായേൽക്കാരി ആയിരുന്നിട്ടും ഈ ശത്രുവിൻ്റെ അടുക്കളയിൽ വേല ചെയ്യാൻ ദൈവം എന്നെക്കൊണ്ട് ഇവിടെ ആക്കിയല്ലോ എന്നൊരു ദുഃഖമേ എനിക്കുണ്ടാകത്തുള്ളായിരുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. ഇസ്രയേലുമായി യുദ്ധം ചെയ്യുവാൻ നയമാൻ വന്നപ്പോൾ ഇസ്രയേലിൽ നിന്ന് അടിമയായി ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. കൊന്നില്ല, അതിനെ കൊണ്ടുവന്ന് നയമാൻ്റെ ഭാര്യയ്ക്ക് വേല ചെയ്യുവാൻ, അടുക്കളയിൽ വീട്ടിൽ ജോലി ചെയ്യുവാൻ നയമാൻ്റെ ഭാര്യയ്ക്ക് ഒരു അടിമപ്പെണ്ണിനെ കൊണ്ട് കൊടുത്തു. ഒരു ദിവസം അവൾ നയമാൻ്റെ ബെഡ് വിരിക്കാൻ കയറിയപ്പോഴായിരിക്കാം തേണ്ടയുടെ ബെഡിലെല്ലാം ആ കുഷ്ഠരോഗം വന്നതിൻ്റെ പരളയും ചെളിയും ആ ചോരയും എല്ലാം കൂടെ കിടക്കുന്നത് കണ്ടു കാണും. 2-ാം ദിവസവും 3-ാം ദിവസവും ഇത് കണ്ടപ്പോൾ അവൾക്ക് വിവരം പിടികിട്ടി. വന്നു കയറി ഇത് കുഷ്ഠരോഗിയുടെ വീട്ടിലാണ്. ഇവളൊരാലോചന അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി, ഞാൻ ഇസ്രായേൽക്കാരെത്തിയ, ഞാനിവിടെ അടിമയാ, പക്ഷേ എൻ്റെ നാട്ടിലൊരു ദൈവമുണ്ട്, എനിക്ക് മറക്കാനൊക്കത്തില്ല. എൻ്റെ അകത്തങ്ങ് ഇഴുകിച്ചേർന്നതാ. പഴയ ശൈലിയൊന്നും കൊള്ളത്തില്ല. അപ്പനും അമ്മയും മലയാളി ഇവിടെ. ഇവള് പറഞ്ഞു, പക്ഷെ ഞാനൊരു ദൈവവേദന, എൻ്റെ നാട്ടിലൊരു ദൈവമുണ്ട്, ഞാനിവിടെ അടിമയായി വന്നാലും എനിക്കത് മറക്കാനൊക്കത്തില്ല. അമ്മച്ചി, ഇവിടുത്തെ യജമാനന് വേണ്ടി ഞാൻ ഒരു അഭിപ്രായം പറയാം.
ആ ദൈവത്തിന് ഒരു പ്രവാചകനുണ്ട്, അവിടെ പോയാൽ ഇയാൾക്ക് ഗുണം പിടിക്കും. ആ പെങ്കൊച്ചിൻ്റെ ആശയം അവരങ്ങ് അംഗീകരിച്ചു. അതുകൊണ്ട് ചില ദിവസം കഴിഞ്ഞപ്പോൾ സൗഖ്യമുള്ള നയമാൻ തിരിച്ചു വന്നു. സഹകാരി. നാം പ്രതീക്ഷിക്കാത്ത ചിലതിനെ ദൈവം കൊണ്ടുത്തരും. നാം പ്രതീക്ഷിക്കുന്ന പലതും മറുകണ്ഠം ചാടും. നാം പ്രതീക്ഷിക്കുന്ന പലതും പണത്തിന് പ്രസംഗിക്കും. നാം പ്രതീക്ഷിക്കുന്ന പലതും വശം മാറി പറയും. പക്ഷെ നാം പ്രതീക്ഷിക്കാത്ത ചിലതിനെ തമ്പുരാൻ കൊണ്ടുത്തരും. ഇന്ന് പകൽ ദൈവം കൊണ്ടെത്തുന്നതിനെ കൈനീട്ടി സ്വീകരിക്കുവാൻ ഒന്ന് കഴിയുമെങ്കിൽ ബേഥേൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ബേഥേലൈറ്റ്സ് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. നയമാൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വായിക്കുന്നില്ല. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നയമാനോട് പ്രവാചകൻ പറഞ്ഞു, നീ പോയി യോർദാനിൽ ഒരു 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. ഇയാൾ നോക്കിയിട്ട് ഇതങ്ങോട്ട് തീരെ ശരിയാകുന്നില്ല. നീ പോയി ഉപവസിക്കാനായിരിക്കും പറഞ്ഞേ, നീ പോയി ഒരു 7 പ്രാവശ്യം മുങ്ങാൻ. എടാ, 7 പ്രാവശ്യത്തിൻ്റെ പ്രത്യേകത എന്നാ? ആദ്യത്തെ മുങ്ങിന് ശരിയാകില്ല, ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഇയാൾ അതിൻ്റെ ഒരു മറുപടിയിലേക്ക് വേഗത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അരാമിലുള്ള നദികളെപ്പോലെ പളുവള തിളങ്ങുന്ന ഒരു നദിയും ഇവിടില്ല. ഈ കലക്കവെള്ളത്തിൽ മുങ്ങിയിട്ട് എന്നെ സാധിക്കാനാ? ഇതിനേക്കാൾ നല്ല വെള്ളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളി കോപിച്ചങ്ങ് പോകുമ്പോഴാണ് തൻ്റെ ദാസന്മാരിൽ ഭൃത്യന്മാരിൽ ചിലർ അങ്ങേരോട് പറഞ്ഞു, പിതാവേ അങ്ങനെ അങ്ങ് പോകല്ലേ, പ്രവാചകൻ അങ്ങയോട് ഒരു വലിയ കാര്യം ആവശ്യപ്പെട്ടിരുന്നത് ചെയ്യത്തില്ലായിരുന്നോ? പിന്നെയാണോ ഈ 7 പ്രാവശ്യം മുങ്ങുന്ന നിസ്സാര കാര്യം നമ്മളിത് മുങ്ങിയിട്ട് പോയാൽ മതി? അയാളങ്ങ് അംഗീകരിച്ചു. ഇയാൾ അടിമപ്പെണ്ണ് പറഞ്ഞാലും കേൾക്കും. അതൊക്കെ നല്ല നേരം വരുമ്പോൾ ആരെ കേൾക്കണമെന്നൊക്കെ ആത്മാവ് ബോധ്യം തരും. അടിമപ്പെണ്ണ് പറഞ്ഞാലും കേൾക്കും, ഇപ്പത്തേണ്ട ദാസന്മാർ പറഞ്ഞാലും കേൾക്കും. ചെയ്യത്തില്ലെന്ന് എല്ലാവരുടെയും മുമ്പിൽ പരസ്യമായി പറഞ്ഞു പോയ കാര്യമായാലും തിരിച്ചു ചിന്തിച്ചു, എന്നാലങ്ങ് മുങ്ങിയേക്കാം. ഒരു 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങി ശരീരം സൗഖ്യമായി. ദർശനം നിവർത്തിക്കുവാൻ സഹകാരികൾ വേണം. സഹകാരിയെ എടുക്കുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. തിരിച്ചറിയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രയോജനപ്പെടുന്ന സഹകാരികളെ നമുക്ക് നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് കൂട്ടുഭൃത്യന്മാരെ, സഹോദരന്മാരെ തരട്ടെ. ദൈവിക സ്ട്രാറ്റജിയുടെ അതിപ്രധാന ഭാഗം വേറൊന്നാണ്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ, 40 മേ ബി അതിനേക്കാളും കൂടുതലോ വർഷങ്ങൾക്ക് പുറകിൽ സദനേഷ്യ ബൈബിൾ കോളേജിൻ്റെ ഒരു ഗ്രാജുവേഷനിൽ കേട്ട ഒരു മെസ്സേജിൻ്റെ തീമായിരുന്നു ദ മെത്തേഡ് ഓഫ് ഗാഡ് ഈസ് ബട്ട് എ മാൻ. ദ മെത്തേഡ് ഓഫ് ഗാഡ് ഈസ് ബട്ട് എ മാൻ. ആ തീം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ആ പദം എൻ്റെ അകത്ത് ഇരുമ്പെഴുത്താണ് കൊണ്ട് എഴുതി. ദ മെത്തേഡ് ഓഫ് ഗാഡ് ഈസ് ബട്ട് എ മാൻ. ദൈവത്തിൻ്റെ മെത്തേഡ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് കാര്യം നടത്തും. ദ മെത്തേഡ് ഓഫ് ഗാഡ്. യെരമ്യാവിൻ്റെ പുസ്തകം 51 വായിക്കാം, 20ഉം 21ഉം വാക്യങ്ങൾ വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം 20ഉം 21ഉം വാക്യങ്ങൾ. നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ടവനോട് കർത്താവിനൊരു അരുളപ്പാടുണ്ട്. ഇന്ന് പകൽക്കാലം ചിലരുടെ അന്തരാത്മാവിലൂടെ ഒരു ദൈവശക്തി വ്യാപരിക്കുകയും നിങ്ങളുടെ ശരീരത്തൊരു രോമാഞ്ചം വരെ ഉണ്ടാക്കിക്കൊണ്ട് ചിലതിൻ്റെ അസ്ഥികൾക്കകത്ത് തീ പിടിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ദൂത് അവർ അതുപോലെ അങ്ങ് ഏറ്റെടുത്തു. അല്ലാത്തവരതിൻ്റെ ഭാഗങ്ങളെങ്കിലും എടുക്കുന്നെങ്കിൽ അത് നമുക്ക് പ്രയോജനമായിരിക്കും. അറൗണ്ട് ദ ഗ്ലോബ് ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമായി പറയട്ടെ, ചില ശരീര അനുഭവങ്ങളിലൂടെ ഇത് ദൈവിക ആലോചനയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയം കർത്താവ് ഇടപെടുകയാ. യെരമ്യാവിൻ്റെ പുസ്തകം പൊതുവെ ശാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും അധ്യായങ്ങളാണ്. യെരമ്യാവിനെ കുറിച്ച് കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാ വിളിക്കുന്നത്. ആ കണ്ണുനീരിൻ്റെ നടുവിൽ, വ്യഥകളുടെ നടുവിൽ കർത്താവ് പറഞ്ഞു, യെരമ്യാവേ എഴുത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കയാ. നീ എൻ്റെ യുദ്ധത്തിനുള്ള വെൺമഴുവാ. യു ആർ മൈ ബാറ്റിൽ ആക്സ്. എനിക്കൊരുത്തനോട് യുദ്ധം ചെയ്യണമെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി കൈകൊണ്ട് അടിക്കുകയല്ല, പകരം മഴു കൊണ്ട് വെട്ടുകയാ. ദൈവത്തിനൊന്ന് നോക്കിയാ മതി. യഹോവ മിസ്രയീം സൈന്യങ്ങളെ ഒന്ന് നോക്കിയാ അതിൻ്റെ ഓട്ടം പഴപ്പിച്ചത്. പക്ഷെ യെരമ്യാവേ, അങ്ങ് എൻ്റെ കൈ കിട്ടിയാൽ
ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലേ, താങ്കളെ ദൈവത്തിന്റെ കയ്യിൽ കിട്ടിയാൽ നീ എൻ്റെ വെൺമഴുവാ, എൻ്റെ യുദ്ധത്തിന്റെ ആയുധമാ. എനിക്ക് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ഞാൻ കൈയൊന്ന് വീശിയാൽ, ഞാൻ കാലൊന്ന് ചവിട്ടിയാൽ, ഞാൻ നെഞ്ചത്തൊന്ന് അടിച്ചാൽ, ഞാനൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, എൻ്റെ കണ്ണൊന്ന് അടച്ചാൽ, ഞാനൊന്ന് മുഴങ്കാൽ മടക്കിയാൽ അതിന്റെ മുമ്പിൽ ശത്രു വീണിരിക്കും. നീ എൻ്റെ വെൺമഴു, നീ എൻ്റെ വെൺമഴു. വായിച്ചാട്ടെ ബ്രദറെ, വായിച്ചാട്ടെ. നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയും. ഒന്ന് നിൽക്കട്ടെ യെരമ്യാവേ, അങ്ങ് ഒരുത്തനെ ഉള്ളു കേട്ടോ. എതിരെ വരുന്നത് 1ഉം 2ഉം 10,000 ജാതികൾ നിനക്കെതിരെ വരികയാ. ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കാൻ പോകുകയാ. ഇന്ന് പകൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ഒരു ഉദ്ദേശത്തിനല്ല, പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാ. ഒരു കാര്യത്തിനല്ല, പല കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒരു ശത്രുവിന് വേണ്ടിയല്ല, പല ശത്രുക്കൾക്ക് വേണ്ടിയാ. നീ എൻ്റെ വെൺമഴു. ഹല്ലേലൂയ. ഒരുവന്റെ നേരെ വിരൽ ചൂണ്ടി നീ എൻ്റെ തന്നേക്കാൾ വലിയ വേറൊരുത്തനെ കൊണ്ട് സത്യം ചെയ്യാനില്ല എന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തവൻ, പേര് പറയാൻ ചോദിച്ചപ്പോൾ ഞാൻ ആകുന്നുവെന്ന് പറഞ്ഞവൻ, സ്തോത്രം, നീ എൻ്റെ ആയുധമാ, നീ എൻ്റെ ആയുധമാ, യുദ്ധത്തിന്റെ വെൺമഴു. നിന്നെ കൊണ്ട് ഞാൻ ജാതികളെ തകർക്കും. വായിച്ചാട്ട് ബ്രദറെ. നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കും. ഒരു ദിവസം ലൂക്കോസ് 10 നിന്ന് തിരുവചനം എടുത്തു വരുമ്പോൾ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ എന്നൊരാശയം ഞാൻ പറഞ്ഞു വെച്ചാൽ, അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, വിശദീകരിക്കാതെ വിട്ടു. ഇന്ന് ഇച്ചിരൂടെ വിശദീകരിക്കാൻ പോവാ. അന്ന് പറഞ്ഞു വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് നിങ്ങളുടെ കൈ കൊണ്ട് ഭൂതങ്ങൾ പുറത്തായി. നിങ്ങളുടെ പേർ ആദ്യജാതന്മാരുടെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ, സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ രാജ്യങ്ങളെ പിടിക്കും. ഇന്നൊരു ഭൂതത്തെ ഇറക്കി വിട്ടതേ ഉള്ളൂ, നിങ്ങൾ രാജ്യങ്ങളെ പിടിക്കും. അനേക ഭൂത ശുശ്രൂഷകൾ ചെയ്ത് ജയമെടുത്ത ബേഥേൽ ഈ വാഗ്ദത്തത്തിന് അടിവരയിട്ടു. നീ രാജ്യങ്ങളെ പിടിക്കും, രാജ്യങ്ങളെ പിടിക്കും. യെരമ്യാവേ, കരയുന്ന പ്രവാചക, കണ്ണുനീരിന്റെ പ്രവാചക, ശാപവും ശൂന്യതയും എഴുതുന്നവനെ, അഭിപ്രായങ്ങളിൽ തകർന്ന ഒരു ജനതയുടെ പ്രതിനിധിയെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നിന്നെ എന്റെ വെൺമഴുവാക്കി. നിന്നെ കൊണ്ട് ഞാൻ ജാതികളെ തകർക്കും, രാജ്യങ്ങളെ പിടിക്കും. യെശയ്യാവ് 41 വായിക്കേണ്ട വാക്യങ്ങളാ വായിക്കുന്നില്ല. 15-16 ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. ഇതെടുക്കുമ്പോഴൊക്കെ ബഥേലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഒറ്റപ്പല്ലം മെതിവണ്ടികളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒറ്റ ശുശ്രൂഷയുമായി ദൈവമാരെ ഇറക്കി വിടാറില്ല. അനേക പല്ലുള്ള മെതിവണ്ടി. പ്രവചനം വിജയിക്കുന്നിടത്ത് പ്രവചനം, രോഗശാന്തി വിജയിക്കുന്നിടത്ത് രോഗശാന്തി, തിരുവചനം പഠിക്കേണ്ടിടത്ത് തിരുവചനം, പ്രസംഗം വേണ്ടിടത്ത് പ്രവചനം, വിരൽ ചൂണ്ടി നിർത്തേണ്ടിടത്ത് വിരൽ ചൂണ്ടി നിർത്തുക. യോബിന്റെ പുസ്തകത്തിൽ വിരൽ ചൂണ്ടി കമഴ്ത്തേണ്ടിടത്ത് സഭയ്ക്കെതിരെ ഉയരുന്ന, ശുശ്രൂഷകന്മാർക്കെതിരെ ഉയരുന്ന ചില രോഗത്തിന്റെ കവിച്ചിലുകളെ ഇന്ന് പകൽ വിരൽ ചൂണ്ടി കമഴ്ത്താൻ പോവാ. ഈ പകൽ വിരൽ ചൂണ്ടി കമഴ്ത്താൻ പോക. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് പകലും എണ്ണ എടുത്തു വെച്ചവരുണ്ട്. എണ്ണ തയ്യാറാക്കിക്കോ. ഇവിടെയല്ല, ഈ സ്റ്റേജിൽ വേണ്ട. വിവിധ രാജ്യങ്ങളിൽ എണ്ണയെടുത്ത് മുൻപിൽ വച്ചിരിക്കുന്നവരുണ്ട്. തയ്യാറാക്കിക്കോ. ചിലതിനെ വിരൽ ചൂണ്ടി കമഴ്ത്തുവാൻ ഒരു ദൈവശക്തി. ചിലതിനെ നീ വിരൽ ചൂണ്ടി കമഴ്ത്തും. നിന്നെ കൊണ്ട് ഞാൻ ജാതികളെ തകർക്കും, രാജ്യങ്ങളെ പിടിക്കും. താവട്ട് വായിച്ചാട്ടെ ബ്രദറെ പ്ലീസ്. നിന്നെ കൊണ്ട് ഞാൻ കുതിരയെയും അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. കുതിരയും അതിന്റെ പുറത്ത് കയറിയവനെയും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സുനിൽ പാസ്റ്റർ അതൊന്ന് വിശദീകരിച്ചു.
കുതിരയുടെ പുറത്തിരിക്കുന്നവനെ കൊണ്ട് നടക്കുന്ന സിസ്റ്റമാ കുതിര. ചില സിസ്റ്റങ്ങളെ കമത്തുവാൻ, മനസ്സിലാകുന്നുണ്ടല്ലോ, ചില പൈശാചിക സ്ട്രാറ്റജികളെ കമത്തുവാൻ, അതിന്റെ മുകളിൽ വാഹനമേറിയവനെ തകർത്ത് താഴെയിടുവാൻ. ഉറേ മസിയാര ആംദേ മനോസിയാര, യേശുവിന്റെ നാമത്തില് ഞാൻ നിന്നെ എന്റെ വെൺമഴുവായി തിരഞ്ഞെടുത്തു. പിന്നെ നിന്നെ കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും. കുതിര തന്നെ ഒന്നുമല്ല മോനെ, രഥവും ഞാൻ എടുത്തു കളയും. പല കുതിരയെ കെട്ടിയാണ് ഒരു രഥം വലിക്കുന്നത്. ഒരുത്തൻ കുതിരപ്പുറത്തിരിക്കുകയാണ്, ഞാൻ കുതിരയെ തകർക്കും. ഒരുത്തൻ രഥത്തേലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ രഥത്തെ തകർക്കും. നിന്റെ സിസ്റ്റത്തെ ഞാൻ തൊടും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് വിരോധമായി വ്യാപരിക്കുന്ന സിസ്റ്റങ്ങൾ ഇന്ന് പകൽ കീഴടങ്ങുവാൻ യുദ്ധം യഹോവയ്ക്കുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവൻ മുഴുബലത്തോടും ശക്തിയോടും മുഴുവൻ ആത്മാവോടും കൂടെയാ. എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ ബുദ്ധി, എൻ്റെ തീരുമാന ശക്തി, എൻ്റെ ആഗ്രഹങ്ങൾ ഇവരുടെ ആകത്തുക. എൻ്റെ കൈയും കാലും ചലിക്കേണ്ടതുപോലെ ചലിക്കുവാൻ, എൻ്റെ വിരലുകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്ന, എൻ്റെ വിരലുകൾ താമ്രജാപം കുലയ്ക്കുവാൻ, എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി ദൈവിക ഗിരികളിൽ നിർത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സഭയും ഏൽപ്പിക്കപ്പെടാൻ പോകുകയോ. ഇന്ന് പകൽ ചില ദൈവിക വിടുതലുകളെ നടന്നേ മതിയാകൂ. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവർ, മിഡിൽ ഈസ്റ്റിലുള്ളവർ, യൂറോപ്പിലുള്ളവർ, അമേരിക്കയിലുള്ളവർ, തെക്കേ അമേരിക്കയിലുള്ളവർ, 7 വൻകരകളിലുള്ളവർ, ഗെറ്റ് റെഡി. ഒരു ദൈവശക്തിയുടെ വ്യാപാരം. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഇതാ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യുദ്ധം അങ്ങേക്കുള്ളത്. ഞങ്ങൾ വിളിക്കപ്പെട്ട ഞങ്ങളുടെ ദാസിദാസന്മാർ ഇതാ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ കൈകൾ, ഞങ്ങളുടെ കാലുകൾ, ഞങ്ങളുടെ അധരങ്ങൾ, ഞങ്ങളുടെ നാവുകൾ, ഞങ്ങളുടെ മുഴു ശക്തി, ഞങ്ങളുടെ മുഴു ചിന്ത, ഞങ്ങളുടെ ചിന്താ മണ്ഡലം ഇവ ദൈവകരങ്ങളിൽ വയ്ക്കുകയാ. പിശാചിന്റെ കോട്ടകളെ ഇടിക്കുവാൻ ഈ പകൽ ഞങ്ങളുടെ നാവിൽ നിന്ന് ദൈവം സ്തുതിയുടെ ശബ്ദം ഉയർത്തണമേ. എല്ലാ ഉപകരണങ്ങളെയും എല്ലാ മീഡിയകളെയും അങ്ങ് ക്രമീകരിച്ച് നിരത്തി വെച്ചാലും അത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.